സമൃദ്ധിയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ സന്ദേശം മുഴക്കിക്കൊണ്ട് കേരളം ഓണത്തെ വരവേൽക്കുകയായി. ഓരോ മലയാളിയുടെ മനസ്സിലും വറ്റാത്ത ഒരു നന്മയുടെ പ്രകാശം ഇന്നുമുണ്ട്. അതാണ് നക്ഷത്രം പോലെ വെട്ടിത്തിളങ്ങുന്ന ഈ ഓണാഘോഷം. ആംഗലേയ ഭാഷയിൽ നൊസ്റ്റാൾജി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗൃഹാതുരത്വ ഓർമ്മകളുമായി ഓരോ മലയാളികളും ഓണം ആഘോഷിക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളികളുടെ കൂട്ടായ്മയായ ഒരുമ നിങ്ങൾ ഓരോരുത്തരെയും ഈ ഓണാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമൃദ്ധിയുടെ കൂത്തുകാലത്ത് കേരളമാണ് മഹാബലിയെ, വാമനാവതാരം പൂണ്ട മഹാവിഷ്ണു പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്നും വർഷം തോറും കേരളത്തിൽ വന്ന് തന്റെ പ്രജകളെ കാണാൻ അനുവാദം ലഭിച്ചതിനെ തുടർന്ന് താലപ്പൊലിയോടും ചെണ്ടമേളത്തോടും കൂടി നമ്മളിതാ മഹാബലിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് കിട്ടിയ മഹാഭാഗ്യമായ ഈ മാവേലി നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്. വാത്സല്യ നിധികളായ നമ്മുടെ പ്രജകളെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ഭരണത്തെ സ്മരിക്കുകയും ആ സ്മരണയെ പ്രഭമങ്ങാതെ തലമുറകളിലേക്ക് ആവേശപൂർവ്വം പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ ആഘോഷിക്കുന്ന പ്രകാരം നമ്മുടെ ഭരണകാലത്ത് നിലനിന്നിരുന്ന സമത്വവും സമാധാനവും ക്ഷേമവും ഈ സമൂഹത്തിലും കളിയാടുന്നതിന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, പാതാളത്തു നിന്ന് നാം നേരെ നമ്മുടെ കൊച്ചു കേരളത്തിലേക്കാണ് പോയത്. അന്നത്തെ കേരളമല്ല ഇന്ന് നാം അവിടെ ദർശിച്ചത്. ഓണാഘോഷമെല്ലാം വെറും പ്രഹസനമായി മാറി. നമ്മുടെ പൈതൃക കലയായ തിരുവാതിര കളിയെല്ലാം ഇന്ന് ഒരുമാതിരി കളിയായി മാറി. പുലികളിയുടെ അകമ്പടിയോടെ നടത്തുന്ന കൈകൊട്ടിക്കളി ഇന്ന് കൊട്ടേഷൻ സംഘത്തിന്റെ കൈവെട്ടിക്കളിയായി മാറി. നാടകവും ഹർത്താൽ ഇതെല്ലാം നമ്മെ നിരാശനാക്കി. എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് എയർപോർട്ടിലെത്തിയ ഉടനെ നമ്മെ ഉദ്യോഗസ്ഥർ തടഞ്ഞു വെച്ചു. നമ്മുടെ ഈ രൂപവും ഭാവവും എല്ലാം കണ്ടവർ നാം ഏതോ കുഴപ്പക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ചു അവിടെ തടഞ്ഞു വെക്കുകയാണ് ഉണ്ടായത്. പിന്നെ ഒരുമയുടെ പ്രസിഡന്റ് അവിടെ വന്ന് അവരുമായി ഏതാണ്ട് 30 മിനിറ്റോളം ദീർഘമായി സംസാരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മെ മോചിപ്പിക്കാൻ ഇടയായത്. ഇവിടെ നടന്ന വടംവലി മത്സരം നമ്മെ വല്ലാതെ രസിപ്പിക്കുകയും വിഭവസമൃദ്ധമായ ഭക്ഷണം സന്തോഷിപ്പിക്കുകയും ചെയ്തുവെങ്കിലും നമ്മെ ഇതൊന്നുമല്ല ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അത് പറയുന്നതിന് മുമ്പ് ഒരു ചിന്ത നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ വാത്സല്യ പ്രജകളെ, ഈശ്വരൻ നമുക്ക് കണ്ണുകൾ തന്നിരിക്കുന്നത്, ചെവികൾ തന്നിരിക്കുന്നത്, കൈകാലുകൾ തന്നിരിക്കുന്നത് പ്രധാനമായും നിരാലംബരെ കണ്ടെത്തുന്നതിനും വിലപിക്കുന്നവരുടെ വിലാപം കേൾക്കുന്നതിനും അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനും വേണ്ടിയാണ്. ഒരുമ എന്ന കലാ സാംസ്കാരിക സംഘടന ഇവിടെ നടത്തുന്ന ബാക്ക് ടു സ്കൂൾ ചാരിറ്റി വർക്ക് നമ്മെ ഏറ്റവും അധികം ആകർഷിച്ച ഒന്നാണ്. കരുണ നിറഞ്ഞ കണ്ണോടെ നിരാലംബരെ നാം കാണുമ്പോൾ, അവരുടെ വിലാപം കേൾക്കുമ്പോൾ മാത്രമാണ് ഈശ്വര സാന്നിധ്യം നാം അവിടെ കാണുന്നത്. ഇവിടെ ആ ഈശ്വര സാന്നിധ്യം നാം ദർശിച്ചു.
നമുക്ക് സംതൃപ്തിയായി യുവജനങ്ങളെയും കുട്ടികളെയും ഏകോപിച്ചുകൊണ്ട് ഒരുമയുടെ ചുറുചുറുക്കുള്ള പ്രവർത്തകർ നടത്തുന്ന അശ്രാന്ത പരിശ്രമത്തെ നാം മാനവോളം ശ്ലാഘിക്കുന്നു. ജാതിമത ഭേദമന്യേ ഒരുമയുടെ സന്ദേശം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്തമ മാതൃകകളായി ഒരു സമത്വ സുന്ദര രാജ്യവും കെട്ടിപ്പടുക്കുവാനുള്ള പ്രതിജ്ഞയുമായി മുന്നേറുവാൻ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ധർമ്മത്തിന്റെ പാതയിൽ നമ്മുടെ കർമ്മതകളെ തിരിച്ച് ഈശ്വരന്റെ സൃഷ്ടിയിൽ മനുഷ്യവർഗത്തിൽ മാത്രം പിറവിയെടുത്ത് നമുക്ക് ജാതിയുടെയോ വർഗത്തിന്റെയോ ദേശത്തിന്റേതയോ ആയ അതിർവരമ്പുകൾ ഭേദിച്ച് ഒന്നായി കൈകോർത്ത് ക്ഷേമപാതയിൽ മുന്നേറാം. പാതാളത്തിലേക്ക് പോകുവാനുള്ള തിരിച്ചുപോക്കിന് സമയമായി. നിങ്ങൾ നൽകിയ സ്നേഹത്തിന്റെ ഓർമ്മകളുമായി നാം നമ്മുടെ പാതാളത്തിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കട്ടെ. നന്ദി, നമസ്കാരം. 2013 ആണ്ട് അതിവേഗം കടന്നു വരും. ദാബോയി ദേ വന്നു എന്ന പ്രകാരം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും. വീണ്ടും ഒരോണം ആഘോഷിക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും വരുമെന്നുള്ള വാർത്തയുമായി ഞാൻ മടങ്ങട്ടെ. നന്ദി, നമസ്കാരം. സ്വാഗത പ്രസംഗത്തിനായി ഒരുമയുടെ പ്രസിഡന്റ് ശ്രീ കുരുവിള അബ്രാഹത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരുമയുടെ സന്തോഷപൂർണ്ണമായ ഓണം ആഘോഷം നേരുന്നു. നമ്മുടെ പരിപാടി വൈകാൻ കുറച്ച് ലേറ്റായി. അതിനോടുള്ള ക്ഷമാപണം ആദ്യമായിട്ട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. എനിക്കറിയാം, ഇവിടെ 12 മണി നമ്മൾ അനൗൺസ് ചെയ്ത് 12 മണിക്ക് പരിപാടി തുടങ്ങുന്നതാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ പറയാം, സാങ്കേതിക കാരണങ്ങളാൽ സമയം ലേറ്റായി. നമ്മുടെ വിശിഷ്ടാതിഥി പോലും ഇവിടെ 12 മണിക്ക് മുമ്പ് വന്നിരുന്നതാണ്. അദ്ദേഹത്തിനോടും ബാക്കി എല്ലാവരോടും ഉള്ളത് എൻ്റെ ക്ഷമ ആദ്യമേ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. മാവേലി പറഞ്ഞ പോലെ ഏതൊരു മലയാളിക്കും ഓണം എന്ന് പറയുന്നത് ഒരു ഗ്രഹാതുരത്തിൻ്റെ ഭാഗമാണല്ലോ. ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും മലയാളിക്ക് ഓണം എന്ന് പറയുന്നത് എപ്പോഴും അവൻ ജനിച്ചു വളർന്ന ആ ഒരു മണ്ണിൻ്റെ അല്ലെങ്കിൽ ആ കഴിച്ചു വളർന്ന ഫുഡിൻ്റെ ഒരു ഓർമ്മ വളരുന്ന ഒരു തിരിഞ്ഞോട്ടമാണല്ലോ. ഒരിക്കൽ കൂടി ആ ഒരു മനോഹര ദിവസം നമുക്കിവിടെ ഒരുമയുടെ പേരിൽ ഇവിടെ നമുക്ക് എല്ലാവരുടെയും കൂട്ട പരിശ്രമമായിട്ട് ഇവിടെ നടത്താൻ കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. എല്ലാവർക്കും അറിയാം, ഇവിടെ എല്ലാവരും ജോലി ചെയ്യുന്നതാണ്, പിള്ളേർ സ്കൂളിൽ പോകുന്നതാണ്. ഈ എല്ലാവരും അതിൻ്റെ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് ഇതുപോലെ ഒരു കുറച്ച് കലാപരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനെ പ്രിപ്പയർ ചെയ്ത എല്ലാവർക്കും ഒരുമയുടെ നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ സ്റ്റേഷൻ സേവിച്ച് ഇവിടെ എത്തിയ സാന്റാന പള്ളി വികാരി പാലക്കപ്പറമ്പിലച്ഛനുണ്ട്. അച്ഛനെ, അതുപോലെ നമ്മുടെ മുഖ്യാതിഥി ഡോക്ടർ രവി രാഘവൻ നെയ്മി ഓണപരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മാർട്ടിൻ അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ എല്ലാ മലയാളികളെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് ഓണം ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഒരുമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരുമയുടെ 4ാമത്തെ ഓണാഘോഷമാണ്. നമ്മൾ ഈ കൊല്ലത്തെ കഴിഞ്ഞ ജൂണിൽ ഒരു ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് നടത്തുകയുണ്ടായി.
14 സദേൺ കാലിഫോർണിയയിൽ നിന്നുള്ള 14 ടീമുകൾ അതിൽ പങ്കെടുക്കുകയും നല്ലൊരു വിജയമായിരുന്നു. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, നമ്മുടെ പിള്ളേർക്ക് ഒരു വേദി ഒരുക്കി കൊടുക്കുക എന്ന നമ്മുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈവൻ നമ്മൾ ഇന്നിവിടെ ഒരു ബാക്ക് ടു സ്കൂൾ ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഓറഞ്ച് കൗണ്ടി ചൈൽഡ് അബ്യൂഷൻ പ്രിവെൻഷൻ സെന്ററുമായിട്ട് നമ്മൾ സഹകരിച്ച് നമുക്കെല്ലാവരും അറിയാലോ, ഇപ്പം ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ നടത്തുന്ന സമയമാണ്. നമ്മൾ സ്കൂൾ തുറക്കുകയാണ്, കുറച്ച് പേർക്ക് ഓൾറെഡി സ്കൂൾ തുറന്നു. അപ്പം നമ്മൾ ആ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മളെക്കാളും ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പേനയോ അല്ലെങ്കിൽ ഒരു ബുക്കോ ഈവൻ ഒരു ബാക്ക് പാക്കോ എന്തെങ്കിലും നമ്മൾ കൊടുത്ത് താവേനോ നമ്മുടെ പിള്ളേർക്കും they feel like how privileged they are. That's why we are doing this. നമ്മളിവിടെ 4 ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങൾ അതിലിടുക. ഒരിക്കൽ കൂടി ഈ പരിപാടി ലേറ്റ് ആയതിലുള്ള ക്ഷമാപണം അറിയിച്ചുകൊണ്ടുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.